ഒരു കാട്ടിൽ ഉറുമ്പുകളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ഉറുമ്പുകളുടെ റാണി ക്ലാര ഒരു പാവമായിരുന്നു. പക്ഷെ അവളുടെ ദാസി വെരോണിക്ക ഭയങ്കര കുശുംബിയായിരുന്നു. ഒരു ദിവസം ക്ലാര അവളുടെ സംഘവുമായി വേറൊരു കാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ ചെവിയിൽ കുറുക്കന്റെ കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കാനിടയായി. എല്ലാരും ഇവിടുന്ന് പെട്ടെന്ന് പോകൂ. പക്ഷെ വെരോണിക്ക അവിടുന്ന് പോയില്ല. ഇത് എന്ത് തോന്നിവാസമാണ് വെരോണിക്ക? ഇവിടുന്ന് പെട്ടെന്ന് മാറൂ, അല്ലെങ്കിൽ കുറുക്കന്റെ കാലിന്റെ താഴെ വന്ന് വീണാ നിനക്കറിയാലോ, നിന്നെ അങ്ങ് കൊന്നു കളയോര്. അല്ല, എപ്പോഴും നമ്മൾ തന്നെ വഴി മാറണമെന്ന് പറയണ ശരിയല്ലല്ലോ. നിനക്ക് നന്നായിട്ട് അറിയാലോ വെരോണിക്ക, എല്ലാ പ്രാണികളിൽ നിന്നും നമ്മളാണ് ഏറ്റവും ചെറിയ പ്രാണികൾ. ഇല്ല മഹാറാണി, ഞാൻ ഇവിടുന്ന് മാറാൻ പോണില്ല. വെരോണിക്ക, ഇതെന്റെ ഉത്തരവാണ്. നീ ഇവിടുന്ന് മാറണം, ഇല്ലെങ്കിൽ നീ വെറുതെ ചത്തുപോകും. ക്ലാര പറഞ്ഞ കാര്യം കേട്ട് വെരോണിക്കയ്ക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോയി. വീട്ടിലോട്ട് തിരിച്ചു വന്ന് ക്ലാര ദേഷ്യപ്പെട്ട് വെരോണിക്കയോട് പറഞ്ഞു, നിനക്ക് നിന്റെ ജീവൻ വിലപ്പെട്ടതാണോ അതോ അല്ലയോ? എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ തന്നെ ചെറിയ പ്രാണിയായത് എന്തുകൊണ്ടാണ്. മറ്റു പ്രാണികളെ പോലെ നമുക്കും വലിയ രൂപത്തിലായിക്കൂടെ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരണം വെരോണിക്ക, എനിക്ക് മടുത്തു. വെറുതെ കിടന്ന് സ്വപ്നം കാണണ്ട നീ ഇനി. അതൊരിക്കലും നടക്കില്ല. എന്തുകൊണ്ട് സംഭവമാവില്ല? ഞാൻ കേട്ടെങ്ങനെ ഈ ദുനിയാവിൽ എന്തു വേണമെങ്കിലും നടക്കുമെന്നാ. നോക്കിക്കോ മഹാറാണി, ഒരു ദിവസം മറ്റു പ്രാണികളെ പോലെ എന്റെ രൂപവും വലുതാകും. അന്ന് ഞാൻ മറ്റു പ്രാണികളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വെറോണിക്ക ഇത് പറഞ്ഞു കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉറുമ്പുകളും ചിരിക്കാൻ തുടങ്ങി. എത്ര വേണമെങ്കിലും നിങ്ങൾ കിടന്ന് ചിരിച്ചോ. നോക്കിക്കോ, ഒരു ദിവസം എന്റെ രൂപം വലുതാകുമ്പോഴുണ്ടല്ലോ, ഞാനായിരിക്കും ഇവിടത്തെ മഹാറാണി. ഇത്രയും പറഞ്ഞ് വെറോണിക്ക കാട്ടിൽ കറങ്ങാനങ്ങ് ഇറങ്ങി. ആന അപ്പൂപ്പൻ നല്ല രസത്തിൽ നടന്നു വരികയായിരുന്നു. ആന കാല് വെക്കുന്നതിന് മുൻപ് തന്നെ വെറോണിക്ക പേടിച്ച് പുറകോട്ട് പോവാൻ തുടങ്ങി. അതെ, ഈശ്വരൻ ഇത്രയും വലിയ ശരീരം തന്നിട്ടുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കരുത്. ആദ്യം നോക്കിയൊക്കെ നടക്കാൻ പഠിക്കണം കേട്ടോ. ഉറുമ്പിന്റെ ശബ്ദം കേട്ട് ആന അപ്പൂപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആന അപ്പൂപ്പൻ സ്വന്തമായി പറഞ്ഞു, ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് കാണാനേ കഴിയുന്നില്ലല്ലോ. സ്വന്തം കണ്ണൊന്ന് തുറന്നേ താഴത്തോട്ട് നോക്കിക്കേ, അപ്പോഴേ എന്നെ കാണാൻ പറ്റൂ. ആന അപ്പൂപ്പൻ താഴത്തേക്ക് നോക്കിയപ്പോ ആ കുഞ്ഞുറുമ്പ് ദേഷ്യത്തോടെ ആന അപ്പൂപ്പനെ നോക്കുമായിരുന്നു. എന്നോട് ക്ഷമിക്കണം ചെറിയ ഉറുമ്പ്, ഞാൻ നിന്നെ കണ്ടതേയില്ല. ആ, അത് നല്ലതാ. എനിക്ക് കണ്ണു കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോ പരലോകത്ത് എത്തിപ്പോയനെ. അത് നിന്റെ തെറ്റാണ്. നീ ഇവിടം വിട്ട് എങ്ങോട്ടും പോരുത്. എന്തേ? ഞങ്ങൾ കാട്ടിലെ പ്രാണികളല്ലേ? അതെ, നിങ്ങളും ഈ കാട്ടിലെ ജീവികളാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വലിപ്പത്തിൽ നിങ്ങൾ വളരെ കുഞ്ഞന്മാരാണ്. ആന അപ്പൂപ്പ, ഇത്രയും വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ ചെറിയ ഉറുമ്പേ ചെവിയിൽ കടിച്ചാലേ സ്വർഗലോകം കാണും നിങ്ങള്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഉറുമ്പ് ആന അപ്പൂപ്പന്റെ ചെവിയിൽ ധൃതിയിലങ്ങ് കേറി. എന്നിട്ട് ചെവിയിൽ ഒരു കടി കൊടുത്തു. ഇതുകൊണ്ടാണ് ദൈവം നിന്നെ ഇത്രയും ചെറുതാക്കിയത്. ഞാൻ തീർച്ചയായും നിന്നെ കുറിച്ച് കാട്ടിലെ രാജാവിനോട് പരാതി പറയും. ആന അപ്പൂപ്പന് ദേഷ്യം വന്ന് നേരെ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് എല്ലാം വിസ്തരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. കാട്ടിലെ രാജാവ് സിംഹം ക്ലാരേനെയും സംഘത്തിനെയും സിംഹത്തിന്റെ ഗുഹയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഒരു വർഷത്തേക്ക് നിങ്ങളെല്ലാവരും ഈ കാട് വിട്ടു പോകേണ്ടി വരും. പോകൂ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാട് വിട്ടു പോകൂ. പക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്തത് മഹാരാജാവേ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഉറുമ്പ് ആനമുത്തശ്ശനെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിലും വലിയ ശിക്ഷ നൽകിയേനെ. പക്ഷെ നിങ്ങൾ ഉറുമ്പുകൾക്ക് ഞാൻ എന്ത് ശിക്ഷ തരാനാണ്? തെറ്റ് നിങ്ങളുടേതാണ്. കാരണം ഒരു ഉറുമ്പ് മനഃപൂർവ്വമായി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങളുടെ തന്നെ ചുമതലയാണ്. ക്ലാര സങ്കടത്തോടെ ആ കാട് വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴേക്കും ആ കൂട്ടത്തിന്റെ അടുത്ത് ഒരു കറുത്ത പുക വരാൻ തുടങ്ങി. കണ്ടിരിക്കവേ ആ കറുത്ത പുക ഒരു വലിയ ഉറുമ്പിന്റെ രൂപത്തിലേക്ക് മാറി. ഞാനാണ് ഉറുമ്പിന്റെ മഹാറാണി, മാന്ത്രികമറിയാവുന്ന മഹാറാണി. മഹാറാണിക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ടല്ലോ. അതെ, എന്റെ രൂപം വലുതാണ്.
എനിക്ക് നിങ്ങളെയും ഇതുപോലെ വലിയ രൂപത്തിലാക്കാൻ പറ്റും. പക്ഷെ അതിനു പകരമായി എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? ഉറുമ്പുകളെ അപമാനിച്ചതിന് നിങ്ങൾ പകരം വീട്ടണം. വലിയ രൂപത്തിലായിക്കഴിഞ്ഞാൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കടിച്ചു വേദനിപ്പിച്ചു കൊല്ലണം. ഇല്ല, അതിന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. വെറോണിക്ക, ഇതെന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ വലിയ ഉറുമ്പിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. വെറോണിക്ക, നീ ഇവള് പറയുന്നത് കേക്കരുത്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉറുമ്പുകളുടെ മഹാറാണിയാക്കി മാറ്റിത്തരാം. പറയൂ, നിനക്കത് സമ്മതമാണോ? ആ, എനിക്ക് സമ്മതമാണ്. അപ്പോ അവിടെ വലിയൊരു സംഭവം നടന്നു. വെറോനിക്കയും കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ഉറുമ്പുകളുടെയും നീളവും വണ്ണവും അങ്ങ് കൂടി. ക്ലാരയ്ക്കൊരു മാറ്റവും വന്നില്ല. ക്ലാര, നിനക്കിതാ നല്ലത്, ഇങ്ങനെ തന്നെ ഇരുന്നോ. വെറോനിക്ക ബാക്കി ഉറുമ്പുകളോട് പറഞ്ഞു, വരൂ എന്റെ കൂടെ. ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ നമ്മളെ അപമാനിക്കുകയല്ലായിരുന്നോ? ബാ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്റെ സമയമായിരിക്കുന്നു. വെറോനിക്ക ആ മാന്ത്രിക മഹാറാണിയും കൊണ്ട് അവിടുന്ന് അവളുടെ സംഘവുമായി പുറപ്പെട്ടു. അങ്ങനെ കുറച്ചു സമയം കൊണ്ട് ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെ അവര് കൊന്നുകളഞ്ഞു. കാട്ടിലെ രാജാവിന്റെ ഉപദേശകൻ വവ്വാല് നേരെ രാജാവ് സിംഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെല്ലാം കാട്ടിലെ രാജാവിനോട് പറഞ്ഞു. ഒരു വലിയ കൂട്ടം ഉറുമ്പുകൾ കുറച്ചു സമയത്തിനുള്ളിൽ ഇവിടെ എത്തും മഹാരാജൻ. ഞാനിപ്പോ എന്തു ചെയ്യണം? എനിക്കൊരു ഉപദേശം നൽകൂ. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ ആ കാട്ടിലെ മന്ത്രവാദിനിയാണെന്ന്. അങ്ങയെ കാട്ടിൽ നിന്ന് പുറത്താക്കിയ അതേ ആൾ തന്നെയാ. ആ ഉറുമ്പുകളുടെ കൂട്ടത്തിന്റെ വലിപ്പം കൂട്ടി നമ്മളോടെല്ലാവരോടും പ്രതികാരം ചെയ്യാൻ ഇതെല്ലാം ചെയ്തത്. അവനെ ബുദ്ധി കൊണ്ടേ തോൽപ്പിക്കാനാവും മഹാരാജൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെറോനിക്ക അവളുടെ സംഘവുമായി രാജാവിന്റെ അടുത്തേക്ക് എത്തി. മരിക്കാൻ തയ്യാറായിക്കോ? എന്നെ അപമാനിച്ചതിന് പകരം വീട്ടാൻ വന്നതാ. നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം വെറോണിക്ക. നീ എന്തു വിചാരിച്ചു? എന്നെ കൊന്നുകഴിഞ്ഞാൽ ഈ കാടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നാണോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങളെക്കാൾ ശക്തിയുള്ള മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട്. എന്നെക്കാളും നല്ല ശക്തിയുള്ളതോ? അതാർക്കാ? നിങ്ങൾ ഉറുമ്പുകളുടെ എല്ലാവരുടെയും മഹാറാണി. നിങ്ങൾ എന്നെ കൊന്ന ഉടൻ തന്നെ അവർ നിങ്ങളെയും കൊല്ലും. കാരണം അവർ ഉറുമ്പുകളുടെ മഹാറാണിയല്ല, ഒരു മന്ത്രവാദിനിയാണ്. അവരെ ഞാൻ മുമ്പ് കാട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ഇയാള് പറയുന്നത് നീ കേക്കണ്ട. ഇയാള് നിന്നെ വട്ടം കളിപ്പിക്കുക. ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്നെക്കാളും ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെയാണ് ആദ്യം ശരിക്കും തീർക്കേണ്ടത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് മരണപ്പെടുകയും ചെയ്തു. അവര് രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഉറുമ്പുകൾ ചെറുതായി. കണ്ടില്ലേ മഹാരാജൻ, നമ്മൾ ബുദ്ധി പ്രയോഗിച്ചതിന്റെ ഒരു ശക്തി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ കാടിന്റെ ഉപദേശകനായി തെരഞ്ഞെടുത്തത്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ശക്തി കൊണ്ട് ഞാൻ ഇവരോട് യുദ്ധം ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. അതെല്ലാം ശരിയാണ് മഹാരാജൻ. എന്നാൽ ഈ ഉറുമ്പുകൾ എന്താണ് ചെയ്യേണ്ടത്? അവളും ഇതുപോലെ കുറ്റക്കാരിയാണെന്ന് മറക്കരുത്. ആ മന്ത്രവാദിനിയുടെ വാക്കുകൾ കേട്ട് വശീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോഴേക്കും അവിടെ ക്ലാര ഓടി വരികയും ചെയ്തു. ഇവർക്ക് പകരം മഹാരാജാവേ, ഞാൻ മാപ്പ് പറയുന്നു. ഇവരുടെ ഒരു തെറ്റുമില്ല. വെറോണിക്കയാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അവള് മരണപ്പെട്ടു. അവള് ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കിട്ടി മഹാരാജാവേ. ഇവരെ വെറുതെ വിട്ടൂടെ? അവര് പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. ഇവരെല്ലാം വിട്ടേക്കൂ. എന്തായാലും ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കും ചെയ്തത്. അങ്ങ് കണ്ടില്ലേ ആ മന്ത്രവാദിനിയുടെ അന്ത്യം എത്ര എളുപ്പത്തിൽ സംഭവിച്ചെന്ന്? നീ പറഞ്ഞത് വളരെ ശരിയാണ്. പോകൂ, ഞാൻ നിങ്ങളോടെല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാരയും സംഘവും സന്തോഷത്തോടെ പോയി.